1823-ൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളക്കാരനായിരുന്ന ഒരാൾ, ചാൾസ് മേഴ്സൺ എന്ന വ്യാജപേരിൽ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ യാത്ര ചെയ്തു. അവിടെ നിന്നുള്ള ഇന്റലിജൻസ് ശേഖരിക്കുകയും പുരാവസ്തുക്കൾ ശേഖരിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. ഈ യാത്രയ്ക്കിടയിൽ ഇന്നത്തെ പാകിസ്ഥാനിലെ ഹാരപ്പ എന്ന പ്രദേശത്തിന് സമീപം ചില പുരാതന അവശിഷ്ടങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചു. ഈ അവശിഷ്ടങ്ങളിൽ ധാരാളം ഇഷ്ടികകൾ ഉണ്ടായിരുന്നു. അവ സ്ഥലത്തെ ആളുകൾ തങ്ങളുടെ പണികൾക്ക് ഉപയോഗിച്ചിരുന്നു. 1850കളിൽ അലക്സാണ്ടർ കണ്ണിങ്ഹാം എന്ന ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകൻ ഈ പ്രദേശം സന്ദർശിച്ചു. അവിടെ അദ്ദേഹത്തിന് ചെറിയ സീലുകൾ ലഭിച്ചു. ഈ സീലുകളിൽ ചില മൃഗങ്ങളുടെ ചിത്രങ്ങളും സിംബലുകളും കൊത്തിയിരുന്നു. 1920 സർ ജോൺ മാർഷൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായി അധികാരമേറ്റെടുത്തു. അദ്ദേഹം അലക്സാണ്ടർ കണ്ണിങ്ഹാമിന്റെ കുറിപ്പുകൾ പരിശോധിച്ച ശേഷം ഹാരപ്പ പ്രദേശത്ത് കൂടുതൽ കുഴി കുഴിക്കാൻ തീരുമാനിച്ചു. 1923 കാലഘട്ടത്തിൽ നടത്തിയ കുഴി കുഴിക്കലിൽ പുരാതൻ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഈ കണ്ടെത്തലുകൾ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ആരംഭമായി കണക്കാക്കപ്പെടുന്നു. ഈ സംസ്കാരം ഇന്നത്തെ ഇന്ത്യയും പാകിസ്ഥാനും ഉൾപ്പെടെ 1.3 ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടന്നിരുന്നു. ഈജിപ്ഷ്യൻ സംസ്കാരവും മെസ്പൊട്ടോമിയൻ സംസ്കാരവും പോലെ ഹാരപ്പൻ സംസ്കാരവും നദികളെ ആശ്രയിച്ചായിരുന്നു വളർന്നത്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ കാലഘട്ടം ബിസി 3300 മുതൽ ബിസി 1300 വരെയാണ്. ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രധാന സവിശേഷതകളിൽ ചിലത് ഇവയാണ്: ഇഷ്ടിക നിർമ്മാണം, നഗരപദ്ധതി, ജലവിതരണവും വൃത്തിയും, വീടുകളുടെ ഡിസൈൻ, കലാസൃഷ്ടികൾ, വ്യാപാരം, തൂക്കം അളക്കൽ. ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഭാഷയും സ്ക്രിപ്റ്റും ഇതുവരെ ഡിസൈഫർ ചെയ്യപ്പെട്ടിട്ടില്ല. ഈ സംസ്കാരത്തിന്റെ അവസാനത്തെക്കുറിച്ച് പല സിദ്ധാന്തങ്ങളും ഉണ്ട്. നദികളിലെ ജലക്ഷാമം, വനനശീകരണം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ ഈ സംസ്കാരത്തിന്റെ അവസാനത്തിന് കാരണമായേക്കാം. ഹാരപ്പൻ സംസ്കാരം ഒരു സമ്പന്നമായതും സങ്കീർണവുമായ നാഗരിക സംസ്കാരമായിരുന്നു. ഇന്നത്തെ കാലത്ത് പോലും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും അവർ നേടിയെടുത്തു. ഇതുപോലെ അപൂർവമായ ചരിത്ര സവിശേഷതകൾ നിങ്ങൾക്ക് അറിയേണ്ടത് എത്രത്തോളം പ്രധാനമാണ് എന്ന് കമന്റിൽ പങ്കുവയ്ക്കൂ. കൂടുതൽ ആവേശകരമായ വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗുഡ് ബൈ.